أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يقص على بني إسرائيل أكثر الذي هم فيه يختلفون وإنه لهدى ورحمة للمؤمنين. إن ربك يقضي بينهم بحكمه وهو العزيز العليم. فتوكل على الله إنك على الحق المبين. فتوكل على الله إنك على الحق المبين. إنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين. وما أنت بهاد العمي عن ضلالتهم إن تسمع إلا من يؤمن بآياتنا فهم مسلمون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1292 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 76 മുതൽ 81 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഹാദൽ ഖുർആന യഖുസ്സു അലാ ബനീ ഇസ്രായീല അക്തറല്ലദീ ഹും ഫീഹി യഖ്തലിഫൂൻ വഇന്നഹു ലഹുദൻ വറഹ്മത്തുൻ ലിൽമുഅ്മിനീൻ. إن ربك يقضي بينهم بحكمه وهو العزيز العليم. فتوكل على الله إنك على الحق المبين. إنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين. وما أنت بهاد العمي عن ضلالتهم إن تسمع إلا من يؤمن بآياتنا فهم مسلمون. صدق الله العلي العظيم. സൂറത്ത് നംലിലെ 76 മുതൽ 81 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ ആളുകളെ, വിശേഷിച്ച് ഖുറൈശികളെ പരാമർശിച്ചുകൊണ്ടുള്ള ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ് ഞാൻ ഈ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. അതിന്റെ മുമ്പ് ചരിത്ര സംഭവങ്ങളെയും പ്രവാചകന്മാരുടെ ഗതകാല അനുഭവങ്ങളെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ വിവരിക്കപ്പെടുകയും ആ വിവരണത്തെ തുടർന്ന് മനുഷ്യന്റെ ഭാഗധേയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ മൗലികമായ ചിന്തോദ്ദീപകമായ വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായിട്ടുണ്ട് നമ്മൾ പിന്നിട്ട ഭാഗത്ത്. അതിനെ തുടർന്നാണ് അള്ളാഹു മക്കയിലെ ഈ ബഹുദൈവ വിശ്വാസികളായ സമൂഹത്തെ മുഖ്യമായിട്ടും പരാമർശിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. ഞാനിന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിലെ അതിലടങ്ങിയിട്ടുള്ള സാരം നമുക്കൊന്ന് വിശദമായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ന ഹാദൽ ഖുർആന യഖുസ്സു അലാ ബനീ ഇസ്രായീല അക്സറല്ലദീ ഹും ഫീഹി യഖ്തലിഫൂൻ. വിശുദ്ധ ഖുർആനെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ഒരു കാര്യം പറയുന്നത്. നിശ്ചയമായിട്ടും ഈ ഖുർആൻ യഖുസ്സു, അത് വിവരിച്ചു തരുന്നുണ്ട് അലാ ബനീ ഇസ്രായീൽ, ബനു ഇസ്രായേൽ സമൂഹത്തിന്, ഇസ്രായേൽ സന്തതികൾക്ക് ഈ വിശുദ്ധ ഖുർആൻ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അക്സറല്ലദീ ഹും ഫീഹി യഖ്തലിഫൂൻ,
അവര് ഭിന്നതയിലായിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ബനൂ ഇസ്രായേൽ സമൂഹം അള്ളാഹുവിന്റെ ധാരാളം പ്രവാചകന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹം ഏറ്റുവാങ്ങിയിട്ടുള്ള ദൈവിക ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ടിരുന്ന ഒരു സമൂഹമാണ്. വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ ഒരുപക്ഷെ ബനൂ ഇസ്രായേൽ സമൂഹത്തിലേക്കായിരിക്കും നിയോഗിക്കപ്പെട്ട് വന്നിട്ടുണ്ടാകും. ദീർഘമായ ഒരു കാലഘട്ടം മാനവ സമൂഹത്തിന്റെ മാർഗദർശികളാവാൻ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരായിരുന്നു അവർ. അള്ളാഹു ലോക സമൂഹങ്ങളുടെ മേൽ നിങ്ങൾക്ക് ഫദ്ല് നൽകിയിരിക്കുന്നു, നിങ്ങളെ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു എന്ന് പറയുവോളം പ്രാധാന്യമുള്ളതായിരുന്നു അവരെ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ചുമതലകൾ. ഒന്നിനു പുറകെ ഒന്നായി ഒട്ടേറെ പ്രവാചകന്മാരാണ് ആ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെടുകയുണ്ടായതും ആ പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ സുപ്രധാനമായ ദൈവിക ദൗത്യങ്ങൾ നിർവഹിക്കുന്ന അവസ്ഥയിൽ ആ സമൂഹം നിലകൊള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമൂഹം വിശ്വാസപരമായ ഇന്റഗ്രിറ്റി നിലനിർത്തിക്കൊണ്ട് സത്യത്തിന്റെയും വിജയത്തിന്റെയും പാതയിൽ ഉറച്ചു നിൽക്കുന്ന, അക്കാര്യത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന ഒരവസ്ഥയിലല്ല വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്തും അതിന്റെ മുമ്പ് നൂറ്റാണ്ടുകളോളമായിട്ടും ആ സമൂഹം വലിയ അപജയങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. അപജയങ്ങളുടെ ഒരു അടിസ്ഥാനമായിട്ട് അത് പരിശോധിച്ച് ചെല്ലുമ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റുക അവർക്കിടയിലുള്ള പല വിധത്തിലുമുള്ള ഭിന്നതകളാണ്. ഭിന്നതകൾ വിശ്വാസപരമായതാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെട്ടത് പല തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആണ് ആ സമൂഹത്തിന് വലിയ തകർച്ച ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് കാരണമാകുന്ന വിധത്തിലുള്ള വിശ്വാസപരമായ വൈകല്യവും ഭൗതികതയും സ്വാർത്ഥതയും ഒക്കെ അവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. എന്നാൽ ഇക്കാര്യത്തില് അവര് ഭിന്നിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന വിഷയങ്ങളിൽ യാഥാർത്ഥ്യം എന്താണ്, ഏത് പക്ഷമാണ് ശരിയുടെ മാർഗം പിന്തുടരുന്നുണ്ടായിരുന്നത് എന്നതൊന്നും ഒരു വ്യക്തതയോടുകൂടി തീർപ്പാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവര് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന പല വിഷയങ്ങളിലും വ്യക്തത നൽകപ്പെടുന്നത് അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവതരിപ്പിച്ച് നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആനിലൂടെയാണ്. വിശുദ്ധ ഖുർആൻ കാര്യങ്ങൾക്ക് വ്യക്തത നൽകുന്നുണ്ട്. അവരിൽ ചിലർ ഉസൈർ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാദങ്ങൾ നടത്തിയ ആളുകളുണ്ട്. അവരുടെ ഒരു സമുദായം എന്നുള്ള നിലക്കുള്ള ദൗത്യത്തിന്റെ ആ ചുമതലയെ ദൈവികമായൊരു പ്രീണനമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ നിലക്ക് നിഗളിപ്പും ഔന്നത്യം കാണിക്കലും ഒക്കെ കാണിച്ച ആളുകളുണ്ട്. അതുപോലെ വിശ്വാസപരമായ വൈകല്യങ്ങളും അള്ളാഹുവിനെയും അവന്റെ ദൂതന്മാരെയും അനുസരിക്കുന്ന വിഷയത്തില് അവര് കാണിച്ച ഉദാസീനതയും ഒക്കെ അവരുടെ ഭിന്നിപ്പ് വർദ്ധിപ്പിക്കുന്ന വിധത്തിലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരേതൊക്കെ വിഷയങ്ങളിൽ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ പരസ്പരം യോജിപ്പില്ലാത്ത വിധത്തിലായി മാറിയിട്ടുണ്ടായിരുന്നോ അക്കാര്യങ്ങളിലൊക്കെ തന്നെയും വ്യക്തത നൽകുന്ന വിധത്തിലുള്ള ദൈവിക വെളിപ്പാടുകളാണ് വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുള്ളത്. ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ
പൂർവ പിതാവായിരുന്ന ഇബ്രാഹിം അലൈഹിസ്ലാമിനെയും ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ ആദ്യ സന്തതിയായിരുന്ന ഇസ്മായിൽ അലൈഹിസ്ലാമിനെയും ഒക്കെ പരാമർശിച്ചുകൊണ്ടുള്ള അവരുടെ നിലപാടുകൾ, അതിലൊക്കെ തന്നെ കാലം കൊണ്ട് വലിയ ശോഷണം സംഭവിക്കുകയും വലിയ തോതിലുള്ള വ്യതിചലനം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു തരം വംശീയതയുടെയും അതുപോലെ കുടുംബപരമായ ഔന്നത്യം അവകാശപ്പെടലിൻ്റെതും ഒക്കെ ആയിട്ടുള്ള ഒരു രീതിയും സംസ്കാരവും ഒക്കെയായി മാറിയിട്ടുണ്ടായിരുന്നു ബനൂ ഇസ്രായേൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. മനുഷ്യരെ ദൈവിക മാർഗത്തിലേക്ക്, സത്യമാർഗത്തിലേക്ക് അടുപ്പിക്കുന്നതിന് പകരം സ്വയം ഔന്നത്യം നടിച്ചുകൊണ്ട് അവരെ അകറ്റി നിർത്തുകയും വംശീയമായ പക്ഷപാതിത്വങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരുതരം ജാതീയത സൃഷ്ടിക്കുകയും ആണ് ബനൂ ഇസ്രായേൽ സമൂഹം ചെയ്തുകൊണ്ടിരുന്നത്. പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ സത്യത്തിനും നീതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ദൗത്യ നിർവഹണം നടത്തിയിരുന്ന ഒരു സമൂഹം എല്ലാവിധ സ്വാർത്ഥതകളുടെയും ജീർണതകളുടെയും വക്താക്കളും പ്രയോക്താക്കളുമായിട്ട് മാറുകയാണ് കാലം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യങ്ങളിൽ സത്യമെന്ത്, നീതിയുടെ പക്ഷമേത് എന്നതൊക്കെ അവർക്ക് വ്യക്തമാകുന്ന വിധത്തില് കാര്യങ്ങൾ വിശദമാക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആനിലൂടെയാണ്. ഇക്കാര്യമാണ് അള്ളാഹു ഇവിടെ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന ഹാദൽ ഖുർആന, നിശ്ചയമായിട്ടും ഈ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന മനുഷ്യരാശിയിലേക്ക് എത്തിക്കപ്പെട്ടിട്ടുള്ള ഈ ഖുർആൻ യഖുസ്സു അലാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ മക്കൾക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അക്സറല്ലദീ ഹും ഫീഹി യഖ്തലിഫൂൻ, അവര് തർക്കങ്ങളിലായിരുന്ന ഒട്ടുമിക്ക വിഷയങ്ങളിലും, അവര് തർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മിക്കവാറും കാര്യങ്ങളിലൊക്കെയും തന്നെ ആവശ്യമായ വിശദീകരണം അവർക്ക് ഈ ഖുർആൻ പകർന്നു നൽകുന്നുണ്ട്. അള്ളാഹു ഒരു പരാമർശം നടത്തുകയാണത്. അതിനെ തുടർന്ന് ചില കാര്യങ്ങൾ പ്രാധാന്യപൂർവം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണത്. ഇവിടെ ബനൂ ഇസ്രായേൽ സമൂഹത്തിനെ ഈ മക്കയിലെ ആ കാലഘട്ടത്തിൽ എന്തിനു വേണ്ടി പരാമർശിച്ചു എന്നത് ന്യായമായും ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ച് ഖുറൈശികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുതയോടുകൂടി രംഗത്ത് വന്ന ആളുകൾ, അവർക്ക് വളരെ മൂർത്തമായ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഈ ബനൂ ഇസ്രായേൽ സമൂഹത്തെ ഇവിടെ പരാമർശിച്ചുകൊണ്ട് കാര്യങ്ങൾ വിവരിക്കുന്നത് എന്നത് വൈകാതെ തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് ബനൂ ഇസ്രായേലിനെ ഇവിടെ പരാമർശിക്കുന്നത്. മക്കയിൽ യഹൂദര് പറയത്തക്ക എണ്ണം ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. പക്ഷെ വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെടുന്ന ആയാത്തുകള് സമീപ പ്രദേശങ്ങളിലുള്ള യഹൂദരിലേക്കും ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലേക്കും ഒക്കെ എത്തുന്നുണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. കാരണം മക്കയിലെ ഇസ്ലാമിന്റെ ശത്രുക്കളായി രംഗത്ത് വന്ന ആളുകള് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച് കിട്ടിക്കൊണ്ടിരുന്ന ഖുർആനെ കുറിച്ച്, അതിന്റെ ശരിതെറ്റുകളെയോ അതിന്റെ ആധികാരികതയെയോ, അതൊക്കെ ദൈവിക വെളിപ്പാടുകളാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നതൊക്കെയും അറിയാൻ വേണ്ടി അവര് രഹസ്യമായി യഹൂദ പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ടായിരുന്നു. അവരുമായി കാര്യങ്ങൾ ചോദിച്ചറിയാറുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം വെളിപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് ഒരു ആയത്ത് അവതരിക്കുന്നതോടുകൂടി തന്നെ അതുമായിട്ട് ഈ ഖുറൈശി പ്രമുഖന്മാര്, മദീനയിലും പരിസരത്തും ഒക്കെ ഉണ്ടായിരുന്ന യഹൂദ വേദപണ്ഡിതന്മാരുടെ അടുക്കൽ എത്തുക എന്നത് ഒരു നടപ്പുള്ള ഒരു കാര്യമായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അള്ളാഹു ഇവിടെ പറയുന്നത് ബനൂ ഇസ്രായേൽ സമൂഹം ഭിന്നതയിൽ ഏർപ്പെട്ടിരുന്ന മിക്കവാറും കാര്യങ്ങളിലൊക്കെ തന്നെ വേണ്ട വിശദീകരണം ഈ ഖുർആൻ നൽകുന്നുണ്ട്.
എന്നിട്ട് തുടർന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ് വൈന്നഹു ലഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വേറെ രണ്ട് നിലക്കുള്ള അനുഗ്രഹങ്ങൾ കൂടിയാണ്. ഒന്ന്, അത് അവർക്കുള്ള ജീവിത മാർഗദർശനമാണ്. എങ്ങനെയാണ് അവര് ജീവിതം ക്രമീകരിക്കേണ്ടത്, ക്രമപ്പെടുത്തേണ്ടത്, ഏത് വിധത്തിലാണ് അവരുടെ ജീവിത പ്രയാണം നടത്തേണ്ടത് എന്നത് അവർക്ക് വിശദമാക്കി കൊടുക്കുന്നുണ്ട് ഈ വിശുദ്ധ ഖുർആനിൽ. അത് ഹുദയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ ഹുദൻ ലിൽ മുത്തഖീൻ എന്ന വിധത്തിൽ ഖുർആനെ പരാമർശിക്കുന്നത് കാണാൻ കഴിയും. അപ്പോ സന്മാർഗ ദർശനം നടത്തിയ ആളുകൾക്ക് ആ സന്മാർഗ ദർശനം നടത്താനും ആ സന്മാർഗത്തിലേക്ക് കടന്നു വരാനും അവരെ പ്രേരിപ്പിച്ചത് അവരുടെ ബുദ്ധിപരമായ സത്യസന്ധത ഉള്ള ഘട്ടത്തില് ഖുർആന്റെ ആയാത്തുകളാണെങ്കിൽ, അവര് വിശ്വാസികളായി മാറിയതിനെ തുടർന്ന് അവർക്ക് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്തൊക്കെയാണ് ജീവിതത്തില് ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ട കാര്യങ്ങൾ, ഈ ജീവിത പ്രയാണം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, എന്തൊക്കെ കർമ്മങ്ങളാണ് അവർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്തുകൂടാത്തത് തുടങ്ങിയ കാര്യത്തിലുള്ള വ്യക്തത, മാർഗദർശനം ഈ വിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. അപ്പോ ഇന്നഹു ലഹുദൻ, അതോടൊപ്പം വറഹ്മത്തുൻ, അത് അവർക്കുള്ള അനുഗ്രഹമാണ്, കാരുണ്യമാണ്. ആർക്കാണ്? ലിൽ മുഅ്മിനീൻ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കുള്ള ജീവിത മാർഗദർശനമാണ്. അതോടൊപ്പം തന്നെ അവർക്കത് കാരുണ്യവും അനുഗ്രഹവുമാണ്. വിശ്വാസം ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന വഴിമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ, അവരെ ദുഃഖം, വിഷമം, അതുപോലെ മനോവ്യതകളൊക്കെ അവരെ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും ഏറെ ആശ്വാസം പകരുന്നതും അവർക്ക് അനുഗ്രഹം പകർന്നു നൽകുന്നതും ഈ വിശുദ്ധ ഖുർആനാണ് എന്നത് ഓരോരുത്തരുടെയും അനുഭവ സാക്ഷ്യമായ കാര്യമാണ്. അള്ളാഹു കൂടെ പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് മാർഗദർശനം മാത്രമല്ല, എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ദൈവികമായ വെളിപാട് മാത്രമല്ല, അതവർക്ക് വലിയ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കുന്ന, അവർക്ക് വലിയ വിധത്തിലുള്ള അനുഗ്രഹം പകർന്നു നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. വഇന്നഹു ലഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. അപ്പോ മുത്തഖികൾക്ക് അത് ഹുദയായിരുന്നു നേരത്തെ. സന്മാർഗം തേടുന്ന, ബുദ്ധിപരമായ സത്യസന്ധതയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തുന്നവർക്ക് അത് മാർഗദർശനമായിരുന്നു. അത്തരം ആളുകൾ മുഅ്മിനുകളായി മാറുന്നതോടുകൂടി അവർക്കത് ജീവിതത്തിലുള്ള വഴികാട്ടിയാണ്. അതേപോലെ തന്നെ അവർക്ക് വളരെയേറെ ആശ്വാസം പകരുന്ന ദൈവികമായ കാരുണ്യവും അനുഗ്രഹവും ഒക്കെയാണ്. ഇന്ന റബ്ബക യഖ്ളി ബൈനഹും ബിഹുക്മിഹി വഹുവൽ അസീസുൽ അലീം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഹുദയാണ്, റഹ്മത്താണ്. അവർക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത് വളരെ അചിന്ത്യമാണ്, വേദനാജനകമാണ്. അള്ളാഹുവിന്റെ ആയാത്തുകളുടെ സാരം ഉൾക്കൊണ്ടുകൊണ്ട് അത് പാരായണം ചെയ്യാൻ ശീലിച്ചിട്ടുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പോലും ആ ദൈവിക വെളിപ്പാടുകളുടെ അനുഭവത്തിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് സാധിക്കില്ല. അവരുടെ മനസ്സിന് ഏറ്റവും ഏറെ ആശ്വാസം പകരുന്നത്, ഏറ്റവും ഏറെ ആനന്ദം പകരുന്നത്, അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിക്കുന്നു എന്ന ബോധം അവരിൽ ഉണ്ടാക്കുന്നത് ഈ ഖുർആന്റെ ആയാത്തുകളാണ് എന്നതാണ് വസ്തുത. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇന്ന റബ്ബക, നിശ്ചയമായിട്ടും നിന്റെ നാഥൻ, യഖ്ദീ ബൈനഹും, ഇവർക്കിടയിൽ വിധി പറയാൻ പോകുന്നു. എങ്ങനെയാണ്? ബിഹുക്മിഹി, അവന്റെ വിധി പറയാനുള്ള പരമാധികാരം ഉപയോഗിച്ചുകൊണ്ട്. വഹുവൽ അസീസുൽ അലീം, അവൻ അങ്ങേയറ്റത്തെ പ്രതാപം ഉടയവനും ജ്ഞാനിയുമാണ്, സർവവും അറിയുന്നവനുമാണ് എന്നാണ് അള്ളാഹു തുറന്നു പറയുന്നത്. ബനൂ ഇസ്രായേൽ സമൂഹം എന്തൊക്കെ വിഷയങ്ങളിൽ തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നോ അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒട്ടുമിക്കതിലും അവർക്ക് വ്യക്തമായൊരു വെളിപ്പെടുത്തല് ലഭിക്കുന്നത് ഈ ഖുർആനിലാണ് എന്ന് അള്ളാഹു പറഞ്ഞു വെച്ചല്ലോ. അതേപോലെ മക്കയില് ഒരു
തർക്കം നടക്കുന്ന ഒരു സമൂഹമാണുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകനെ തിരിച്ചറിയുകയും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വെളിപ്പാടുകളെ ഹൃദയാൽ സ്വീകരിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ ഒരു സമൂഹം, അവരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന, അതിനെ തള്ളിക്കളയുന്ന, പ്രവാചകനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ശത്രു സംഘം. ഈ രണ്ട് വിഭാഗങ്ങൾക്കുമിടയില് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സാന്നിധ്യത്തില് ഒരു തർക്കം, അത് വാചക രൂപത്തിൽ നടന്നാലും ഇല്ലെങ്കിലും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തർക്കത്തില് എപ്പോഴാണ് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാവുക? ഈ തർക്ക വിഷയങ്ങളിൽ, അവര് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ സമാവിയായിട്ടുള്ള ഒരു വിശദീകരണം എപ്പോ ഉണ്ടാകും എന്നത് ഒരു സ്വാഭാവികമായ ഒരു ആലോചനയാണ്. മക്കയിലെ കുഫാറുകളുടെയും മുശ്രിക്കുകളുടെയും നിലപാടുകളാണോ ശരി, അതല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഴ് ചെയ്യാൻ സന്നദ്ധരായ ആ നിഷ്കളങ്കരായ ആളുകളുടെ നിലപാടുകളാണോ ശരി എന്നത് സ്വാഭാവികമായിട്ടും അവിടെ ഉടലെടുത്തിരിക്കുന്ന ഒരു തർക്കമാണ്, ഒരു വിഷയമാണ്. എന്നിട്ട് അള്ളാഹു അതിനെക്കുറിച്ച് പറയുകയാണ്, ഇന്ന റബ്ബക്ക, നിശ്ചയമായിട്ടും നിന്റെ നാഥൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വ്യക്തിപരമായിട്ടാണ് അള്ളാഹു ഇത് അഡ്രസ് ചെയ്യുന്നത്. യഖ്ലി ബൈനഹും ബിഹുക്മി, ഇവർക്കിടയിൽ അവന്റെ ഹുക്മു കൊണ്ട്, അവന്റെ വിധി കൽപ്പിക്കാനുള്ള അധികാരം മുൻനിർത്തിക്കൊണ്ട് അവൻ വിധി കൽപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന തർക്കത്തിന്റെ കാര്യത്തിൽ ഇതുപോലെ വ്യക്തതയുള്ള വിധത്തിൽ അള്ളാഹു അവന്റെ വിധി നടപ്പിലാക്കും, വിധി പറയും. വഹുവൽ അസീസുൽ അലീം, അതിനൊക്കെ സാധിക്കുന്ന പ്രതാപമുള്ളവനാണ്. അതിനു വേണ്ട സൂക്ഷ്മമായതും പ്രത്യക്ഷമായതും ഒക്കെയായ കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി അറിവുള്ളവനും ആണ് അള്ളാഹു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെയുള്ള തർക്കത്തില് അതില് ശരിയേത് തെറ്റേത് എന്ന വിധത്തിൽ വ്യക്തത നൽകുന്ന ഒരു വിവരണം, ഒരു വിധി പ്രസ്താവം അള്ളാഹു അവന്റെ പരമാധികാരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. മക്കയിലെ ആളുകൾക്കിടയിൽ തർക്കമാണല്ലോ. ആ തർക്കത്തിൽ നേരത്തെ ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ തർക്കത്തിൽ അള്ളാഹു വ്യക്തത നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ വിവരണം നൽകിയതുപോലെ ഈ കൂട്ടരുടെ തർക്കത്തിലും അള്ളാഹു ഇടപെട്ടുകൊണ്ട് ഒരു വിധി നൽകാനിരിക്കുകയാണ് എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇവരുടെ തർക്കം വ്യക്തമായ ചില പ്രസ്താവനകൾ വരുന്നതോടുകൂടി, വിധി പ്രസ്താവങ്ങൾ വരുന്നതോടുകൂടി ആ തർക്കത്തിന് ഒരു തീരുമാനമാകും എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ഇന്ന റബ്ബക്ക യഖ്ലി ബൈനഹും ബിഹുക്മിഹി, അവന്റെ ഹുക്മു കൊണ്ട്, ഹുക്മ എന്ന് പറഞ്ഞാൽ വിധി പ്രസ്താവം, ആ വിധി പ്രസ്താവം നടത്താനുള്ള അധികാരം, ആധിപത്യം, സമഗ്രമായ അവന്റെ സമ്പൂർണമായ കാര്യങ്ങളുടെ മേലുള്ള നിയന്ത്രണം, അവന്റെ അധികാരം, അവന്റെ അതോറിറ്റി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാം. ഇന്ന റബ്ബക്ക യഖ്ലി ബൈനഹും ബിഹുക്മിഹി, തന്റെ ഹുക്മു കൊണ്ട് അള്ളാഹു അവർക്കിടയിൽ വിധി പ്രസ്താവിക്കുന്നതാണ്. വഹുവൽ അസീസുൽ അലീം, അവൻ തീർച്ചയായിട്ടും പ്രതാപമുടയവനും അതുപോലെ എല്ലാം അറിയുന്നവനുമാണ്, എല്ലാറ്റിനെ കുറിച്ചും സൂക്ഷ്മമായ ജ്ഞാനമുള്ളവനുമാണ്. അതുകൊണ്ട് ഫതവക്കൽ അലല്ലാഹ്, പ്രവാചകരെ തങ്ങള് യാതൊരു വിധത്തിലുള്ള വ്യസനവും വിഷമവും ഒന്നും കൊണ്ടു നടക്കേണ്ടതില്ല, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചോളുമല്ല. ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിന്റെ വിധി തീർപ്പ് വരാനിരിക്കുകയാണല്ലോ, അതുകൊണ്ട് താങ്കള് വിഷമിക്കുന്നവനാവേണ്ടതില്ല. ഫതവക്കൽ, തവക്കുൽ ചെയ്യുക, ഭരമേൽപ്പിക്കുക, അലല്ലാഹ്, അള്ളാഹുവിൽ, അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് നിലകൊള്ളുക. ഇന്നക അലൽ ഹഖിൽ മുബീൻ, തെളിമയുള്ള സത്യത്തിലാണ് താങ്കൾ നിലകൊള്ളുന്നത്. ഒരു വിധത്തിലുള്ള ആശങ്കയും സന്ദേഹവും ആശയക്കുഴപ്പവും മനോവ്യതയും ഒന്നും ആവശ്യമില്ല. കാരണം താങ്കൾ നിലകൊള്ളുന്നത് അലൽ ഹഖിൽ മുബീൻ, വളരെ മുബീനായ, വ്യക്തതയുള്ള, തെളിമയുള്ള സത്യത്തിലാണ് താങ്കൾ നിലകൊള്ളുന്നത്, സത്യത്തിലാണ്. അതുകൊണ്ട്
യാതൊരു നിലക്കുമുള്ള ചാഞ്ചല്യവും കാണിക്കാതെ അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് നിലക്കൊള്ളുക. ഇന്നക ലാ തുസ്മിഉൽ മൗത, തുടർന്ന് അള്ളാഹു പറയാണ്, പ്രവാചകരെ, മരിച്ചവരെ കേൾപ്പിക്കാൻ താങ്കൾക്ക് സാധിക്കില്ല കേട്ടോ. ഇന്നക ലാ തുസ്മിഉൽ മൗത, രണ്ടർത്ഥത്തിലും ഇത് പ്രസക്താണ്. ഒന്ന്, ചേതനയറ്റുപോയ ജഡങ്ങളായി മാറിയ വ്യക്തികൾ, അവരെ കേൾപ്പിക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല എന്ന് പറയുന്നു. അതേപോലെ തന്നെ അതിനേക്കാൾ പ്രസക്തമായത് യഥാർത്ഥത്തില് ഇവിടെ ആത്മചൈതന്യം നഷ്ടപ്പെട്ടു പോയ, ആത്മാവും മനസാക്ഷിയും ഒക്കെ മരവിച്ചു പോയ, സത്യാന്വേഷണ ത്വരയില്ലാത്തത് കാരണമായി ജഡികത മാത്രം അവശേഷിക്കുന്നവരായി മാറിയ ആളുകൾ, അവരെ മൗത്ത എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. അവർക്ക് കണ്ണുകളും കാതുകളും ഹൃദയങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും സത്യം തേടുന്ന വിധത്തില് ജീവസുറ്റതായിട്ട് നിലനിൽക്കുന്നില്ല. അവയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതൊക്കെ ജഡികതയുടെ അവസ്ഥയിലാണ്. മരിച്ചു മരവിച്ച പോലെയാണ് അവരുടെ കണ്ണുകളും കാതുകളും ഹൃദയങ്ങളും ഒക്കെ. അതിലേക്കൊന്നും റിസീവ് ചെയ്യുന്നില്ല. കാര്യങ്ങളുടെ സൂചനകള് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും ഒന്നുള്ള സന്നദ്ധത അവരുടെ ഭാഗത്തുനിന്നില്ല. കാണിക്കപ്പെടുന്നു എന്നതല്ലാതെ കാണുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം. മരിച്ചവരുടെ അവസ്ഥ അതാണല്ലോ. നമ്മൾ അവരുടെ കൺമുന്നിൽ എന്തെങ്കിലും കാണിച്ചു എന്നതുകൊണ്ട് അവർ കാണുന്നില്ലല്ലോ. കാണിക്കപ്പെടുന്നുണ്ടാവും, പക്ഷെ കാണുന്നില്ല. കേൾപ്പിക്കപ്പെടുന്നുണ്ടാവും, പക്ഷെ കേൾക്കുന്നില്ല. ഈ കൂട്ടരുടെയും മക്കയിലെ ഈ ഖുറൈശി കുഫാറുകളുടെയും മുശ്രിക്കുകളുടെയും ഒക്കെ ഒരു അവസ്ഥ യഥാർത്ഥത്തില് മരിച്ചവരുടേതുപോലെ ജഡികതയിലേക്ക് എടുത്തിട്ട പോലെ ഉള്ള അവസ്ഥയാണ്. അവര് ചേതനയറ്റ, ആത്മചൈതന്യം ചോർന്നു പോയ, ജീവന്റെ തുടിപ്പോ ചൈതന്യമോ നിലനിൽക്കാത്ത ഒരു സമൂഹമായി മാറിയിട്ടുണ്ടായിരുന്നു. അവരിൽ സത്യാന്വേഷണ ത്വര അവശേഷിക്കുന്നില്ല. അങ്ങനെയുള്ള കൂട്ടരോട് ഒരുപാട് വാഴ്ന്നു പറഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതൊന്നും അങ്ങോട്ട് എത്തൂല, അങ്ങോട്ട് യേശൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ കേൾപ്പിക്കുവാൻ പ്രവാചകരെ താങ്കൾക്ക് സാധിക്കില്ല. ഈ അന്വേഷണത്വരയില്ലാത്ത, ജഡികതയിലേക്ക് എടുത്തിടപ്പെട്ട, അതുപോലെ ആത്മചൈതന്യം ചോർന്നു പോയിട്ടുള്ള മൃതാവസ്ഥയിൽ കഴിയുന്ന ഈ ആളുകൾ ഉണ്ടല്ലോ, തൊട്ടു നോക്കിയാലും നുള്ളി നോക്കിയാലും ഒക്കെ അവർക്ക് ജീവന്റെ ലക്ഷണം കാണും. പക്ഷെ അവരുടെ മനസ്സുകള്, ഹൃദയങ്ങള്, മസ്തിഷ്കങ്ങള് ഒക്കെ സത്യാന്വേഷണം നടത്തുന്ന കാര്യത്തില് ഒരുതരം മരിച്ചു മരവിച്ച പോലെ ഉള്ള അവസ്ഥയായി മാറിയിട്ടുണ്ട്. ഇന്നക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉ സുമ്മ ദുആ, കേൾക്കാൻ കഴിയാത്ത ആളുകളെ, സുമ്മായ ബധിരന്മാരായ ആളുകളെ താങ്കൾക്ക് താങ്കളുടെ വിളി കേൾപ്പിക്കാൻ കഴിയില്ല. വലാ തുസ്മിഉ സുമ്മ ദുആ, ദുആ എന്ന് പറഞ്ഞ വിളിയാണ്. താങ്കളുടെ വിളി ബധിരന്മാരെ കേൾപ്പിക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല. ഈ ആളുകള് ആത്മചൈതന്യം നഷ്ടപ്പെട്ട, ജീവന്റെ തുടിപ്പ്, സത്യാന്വേഷണ പരതയുടെ ചൈതന്യം ഒന്നുമില്ലാത്തവരായി മാറിയിട്ടുണ്ട് എന്നതാണ് ഒരു വശമെങ്കിൽ, കേൾക്കാൻ പോലും കഴിയാത്ത ബധിരതയാണ് അവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലാ തുസ്മിഉ സുമ്മ ദുആ, താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. ആരെ? അസുമ്മ, ബധിരന്മാരെ. എന്താണ് കേൾപ്പിക്കേണ്ടത്? അദ്ദുആ, താങ്കളുടെ വിളി കേൾപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് അവരുള്ളത്. താങ്കൾക്ക് അവരെ കേൾപ്പിക്കാൻ കഴിയുകയില്ല താങ്കളുടെ വിളി. ഇദാ വല്ലൗ മുദ്ബിരീൻ, അവര് പിന്തിരിഞ്ഞങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇതാണ് അവരുടെ അവസ്ഥ. ഹക്ക് കേൾപ്പിക്കപ്പെടാൻ വേണ്ടി അവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ വിളിച്ചുകൊണ്ടിരുന്നപ്പോ അവര് പിന്തിരിഞ്ഞ് ഓടുകയാണ്. അത് കേട്ടുപോകും എന്ന ബേജാറില് ചെവിയില് അവര് പരുത്തി തിരികെ വെച്ചിരിക്കുകയാണ്. കേൾക്കാതിരിക്കാൻ വേണ്ടി നബിയിൽ നിന്ന് അകലം പാലിക്കുകയാണ്. നബിയുടെ സാന്നിധ്യത്തിലൊന്നും അവർ വരുന്നില്ല. വിട്ടുമാറി വിട്ടുമാറി അകന്നു മാറിയൊക്കെയാണ് അവരെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേണ്ട 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 എന്ന് കരുതി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകരെ,
അവരെ ഒന്നും കേൾപ്പിക്കാൻ താങ്കൾക്ക് സാധ്യമല്ല. കാരണം അവരുടെ മനസ്സ് അതിന് സന്നദ്ധമല്ലാത്ത അവസ്ഥയിലാണുള്ളത്. അവരുടെ മനസ്സുകള് താങ്കളെ കേൾത്തുകൂടാ എന്ന നിലക്ക് താങ്കളെ കേൾക്കാൻ കൂട്ടാക്കാത്ത അവസ്ഥയിലാണുള്ളത്. അങ്ങനെ ഇതാ വല്ലവും മുദ്ബിരീൻ, പിന്തിരിഞ്ഞ് പൊയ്ക്കളയുന്നവരായിട്ടാണ് അവർ നിലകൊള്ളുന്നതെങ്കിൽ അവരെ കേൾപ്പിക്കാൻ താങ്കൾക്ക് കഴിയില്ല. വേണം എന്നുള്ളവരെ കേൾപ്പിക്കാൻ കഴിയുള്ളൂ. ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന, അതിൽ ശാഠ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇതൊന്നും കേൾപ്പിക്കാൻ പ്രവാചകരെ താങ്കൾക്ക് കഴിയില്ല. അവരുടെ ഭാഗത്ത് ഒരു റിസപ്ഷൻ ഉണ്ടാവുകയില്ല. ഒരു റിസീവിംഗ് മോഡിലല്ല അവരുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതാണ് അതിന്റെ കാരണം. ആ ഫംഗ്ഷനൊക്കെ ചെയ്യുന്ന ഉപകരണങ്ങളോ അല്ലെങ്കിൽ അവയവങ്ങളോ ഒക്കെ അവർക്ക് ഉണ്ടാവും. പക്ഷെ റിസീവിംഗ് മോഡിലല്ല കാര്യങ്ങളുള്ളത്. അവര് ഒരു ഡെഫ്നെസ് മോഡിലാണുള്ളത്. വേണ്ട, കേൾക്കാൻ ഇഷ്ടമല്ല എന്ന നിലക്കാണ് അവർ നിലകൊള്ളുന്നത്. അങ്ങനെയുള്ള കൂട്ടരെ കേൾപ്പിക്കാൻ താങ്കൾക്ക് സാധിക്കില്ല. കേൾപ്പിക്കുന്നതും പ്രയോജനം ചെയ്യുന്നതും ഒക്കെ ആർക്കാണ്? ഹുദൻ ലിൽ മുത്തഖീൻ എന്നുള്ള പറഞ്ഞല്ലോ. കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ശരി ഏതെന്ന് തിരിച്ചറിഞ്ഞ് അത് ഫോളോ ചെയ്യാൻ സന്നദ്ധതയുള്ള ആളുകൾ, അവരെ മാത്രമേ കേൾപ്പിക്കാൻ കഴിയുള്ളൂ. അവർക്ക് മാത്രമേ പ്രയോജനം ഉണ്ടാക്കാനും കഴിയുകയുള്ളൂ. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത്, വമാ അൻത ബിഹാദിൽ ഉമ്മി അൻ ളലാലതിഹിം, അന്ധത ബാധിച്ച ആളുകളെ അവരുടെ വഴികളിൽ നിന്ന് മാർഗദർശനത്തിലേക്ക് കൊണ്ടുവരാനും താങ്കൾക്ക് കഴിയില്ല. അന്ധത സ്വയം സ്വീകരിച്ചതാണെങ്കിൽ, ഇത് കണ്ണിന്റെ ബ്ലൈൻഡ്നെസ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഹൃദയത്തിന് ബാധിക്കുന്ന ഒരു അന്ധതയുണ്ട്. ഖുർആനിൽ പലയിടത്തും അതിനെക്കുറിച്ച് പരാമർശങ്ങൾ കാണാൻ കഴിയും. ഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തീ ഫി സുദൂർ എന്ന് പറയുന്നത് കാണാം. കണ്ണുകളെ അല്ല അന്ധത ബാധിക്കുന്നത്, നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങളെയാണ് അന്ധത പിടികൂടുന്നത് എന്നത് ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ അന്ധതയെ കുറിച്ചാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്, വേണ്ടാന്ന് വെച്ചത് കൊണ്ടുള്ള അന്ധത. അങ്ങനെയുള്ള അന്ധന്മാരെ വമാ അൻത ബിഹാദിൽ ഉമ്മി, അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ല. വമാ അൻത ബിഹാദിൻ, താങ്കള് സന്മാർഗം കാണിക്കുന്നവനായി നിലകൊള്ളുകയില്ല. ആരുടെ കാര്യത്തിൽ? അൽ ഉമ്മി, അന്ധരുടെ കാര്യത്തിൽ. അൻ ളലാലതിഹിം, അവരെ അവരുടെ മാർഗഭ്രംശത്തിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന് നേർമാർഗത്തിലാക്കുക എന്നൊരു കാര്യം അവര് അന്ധതയിൽ കഴിയുമ്പോൾ, എന്ന് പറഞ്ഞാൽ സ്വയം സ്വീകരിച്ച ഹൃദയത്തിന്റെ അന്ധത പേറിക്കൊണ്ടാണ് അവർ നിലകൊള്ളുന്നതെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇൻ തുസ്മിയോ, താങ്കൾ കേൾപ്പിക്കുന്നത് ഇല്ല ഒരു കൂട്ടരെ മാത്രമാണ്. മയ്യു മിനുബിയ ആയാത്തിന, നമ്മുടെ ആയാത്തുകളിൽ വിശ്വാസം ഉൾക്കൊള്ളുന്നവരെയാണ്. ഫഹും മുസ്ലിമൂൻ, കീഴ്പ്പെടാനുള്ള സന്നദ്ധതയോടുകൂടി അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവനുള്ള അനുസരണത്തിലും വിധേയത്വത്തിലും ഒക്കെ നിലക്കൊള്ളാൻ സന്നദ്ധത കാണിച്ചുകൊണ്ട് അവന്റെ അതിവിസ്മയകരമായ ആയാത്തുകളെ കാണാനും ഉൾക്കൊള്ളാനും സന്നദ്ധരാകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള വിശ്വാസികൾ, അവർക്ക് മാത്രമേ താങ്കളുടെ പരിശ്രമത്തിലൂടെ അവരെ മാത്രമേ കേൾപ്പിക്കാൻ കഴിയുള്ളൂ. ഇൻ തുസ്മിഉ, താങ്കൾ കേൾപ്പിക്കുന്നത് ഇവരെ മാത്രമാണ്. ആരെ? ഇല്ലാമൻ യുഅ്മിനു ബി ആയാത്തിന, നമ്മുടെ ആയാത്തുകൾ, ഞാൻ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത് പോലെ വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളും അവയോട് 100% മാച്ചിങ് ആയി നിൽക്കുന്ന, കറസ്പോണ്ട് ചെയ്യുന്ന, റെസിപ്രൊക്കേറ്റ് ചെയ്യുന്ന പ്രപഞ്ചത്തിലെ ആയാത്തുകൾ, ഈ ആയാത്തുകളെ കാണാനും ഉൾക്കൊള്ളാനും സന്നദ്ധതയുള്ള ആളുകളുടെ കാര്യത്തിൽ മാത്രമേ താങ്കൾക്ക് താങ്കളുടെ സന്ദേശം കേൾപ്പിക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളവര് കാതടച്ച് ഹൃദയങ്ങൾ കൊട്ടിയടച്ച് പരമാവധി അകലം പാലിച്ച് ഒക്കെയാണ് നിലകൊള്ളുന്നത്. അവരെ ഒന്നും കേൾപ്പിക്കാൻ പ്രവാചകരെ താങ്കൾക്ക് സാധ്യമല്ല. ഇൻ തുസ്മിഉ ഇല്ലാമൻ യുഅ്മിനു ബി ആയാത്തിന, ആ ഇല്ലാമൻ യുഅ്മിനു ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസം ഉൾക്കൊള്ളുന്നവർ, അവരുടെ നിലപാട് എന്തായിരിക്കും എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. ഫഹും മുസ്ലിമൂൻ,
അവര് വിധേയപ്പെട്ടവരായിക്കൊണ്ടാണ് വിശ്വാസികളാവുക. അള്ളാഹുവിന്റെ മുന്നിൽ വിനയവും വണക്കവും വിധേയപ്പെടലും കാണിച്ചുകൊണ്ടാണ് അവര് വിശ്വാസികളാവുക. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ താങ്കൾ പറയുന്നത് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അവരെ കേൾപ്പിക്കാനേ താങ്കൾക്ക് സാധിക്കുകയുള്ളൂ. വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഹൃദയങ്ങളെ കൊട്ടിയടച്ച, കണ്ണുകളെയും കാതുകളെയും, കണ്ണുകളെ അന്ധതയും കാതുകളെ ബധിരതയും പിടികൂടിയിട്ടുള്ള, ഹൃദയം മരവിച്ചു പോയിട്ടുള്ള തരം ആളുകൾ, സത്യം തേടുന്ന ഒരു നിലപാടോ മനസ്ഥിതിയോ ഒന്നും അവരിലില്ല. അങ്ങനെയുള്ള ആളുകളെ ഈ ദൈവിക ദൃഷ്ടാന്തങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് അവർക്ക് അതുവഴി പ്രയോജനമുണ്ടാക്കുക എന്നത് താങ്കളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന ഒരു കാര്യമേ അല്ല എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഇത് ഖുറൈശികള്, അവിടുത്തെ കുഫാറുകളും മുശ്രിക്കുകളും ഒക്കെയായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സത്യവിശ്വാസികളോടും നടത്തിക്കൊണ്ടിരുന്ന തർക്കങ്ങൾ. ഈ തർക്കങ്ങളിലും അള്ളാഹു ബനൂ ഇസ്രായേലിയരുടെ കാര്യത്തിലെ തർക്കങ്ങളിൽ വിശുദ്ധ ഖുർആനിലൂടെ വ്യക്തത നൽകിയതുപോലെ ഈ കൂട്ടർ ഏർപ്പെട്ടിരിക്കുന്ന തർക്കങ്ങളുടെ വിഷയത്തിലും അള്ളാഹു വൈകാതെ തന്നെ ഒരു വ്യക്തത നൽകാൻ പോവുകയാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചതിന്റെ ചുരുക്കം. അപ്പോ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ തടയാൻ ആർക്കും സാധ്യമല്ല. ചില ആളുകൾക്ക് അത് പ്രയോജനം ചെയ്യുകയില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അവർക്ക് അത് പ്രയോജനം ചെയ്യുന്ന വിധത്തില് ആയേ പറ്റൂ എന്ന ഒരു വാശിയൊന്നും ആരും കാണിച്ചിട്ട് കാര്യമില്ല. അതുപോലെ വിഗ്രഹാരാധനയിലും ധിക്കാരത്തിലും ദൈവനിഷേധത്തിലും ഒക്കെ കഴിയുന്ന ആളുകൾ, അവര് സത്യം ഉൾക്കൊള്ളാനോ തിരിച്ചറിയാനോ കഴിയാത്ത വിധത്തിൽ അവരുടെ ഹൃദയങ്ങൾക്ക് ഒരുതരം മൃത്യു സംഭവിച്ചിരിക്കുന്നു. അവരുടെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചിരിക്കുന്നു, കാതുകൾക്ക് ബധിരത ബാധിച്ചിരിക്കുന്നു. അവര് മരവിച്ചു പോയ ആളുകളായി മാറിയിട്ടുണ്ട്. അവരെ ഈ ആയാത്തുകൾ കേൾപ്പിച്ച് പ്രയോജനപ്പെടുത്തുന്ന ആളുകളാക്കി മാറ്റാൻ താങ്കളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന ഒരു കാര്യമല്ല. അവരെ നിർബന്ധിക്കുവാനോ പ്രേരിപ്പിക്കുവാനോ ഒന്നും താങ്കൾക്ക് സാധിക്കുകയില്ല. കേൾപ്പിക്കുക, അറിയിക്കുക, അവരെ ഉണർത്തുക എന്നത് മാത്രമാണ് താങ്കൾക്ക് സാധിക്കുന്ന ഒരു കാര്യം എന്നാണ് അള്ളാഹു ഈ ആയാത്തുകളിൽ വ്യക്തമാക്കുന്നത്. മക്കയിലെ ആളുകൾക്ക് വേണ്ട വിധം കാര്യങ്ങൾ ബോധ്യപ്പെടാൻ ഈ വിവരണം തന്നെ ധാരാളം മതിയായതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.